So നമുക്ക് കൺവേർജൻസ് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഡിറ്റർമൈൻ വെദർ ദ സീരീസ് കൺവേർജസ് ഓർ ഡൈവേർജസ്. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ സിഗ്മ കെ ഇസിക്കൽ ടു 1 ഇൻറ്റു -1 ദ ഹോൾ റേസ് ടു കെ ഇൻറ്റു 2 റേസ് ടു കെ ഡിവൈഡഡ് ബൈ കെ ഫാക്ടോറിയൽ. നമ്മൾ പറഞ്ഞ 3 ടെസ്റ്റിലൊന്ന് ആലോചിച്ച് നോക്കിയേ, ഏത് ടെസ്റ്റ് വെച്ചിട്ട് നമുക്കിത് കൺവേർജൻ ആണോ ഡൈവേർജൻ ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. കണ്ടോ, ഇതിലെന്ന് പറഞ്ഞാൽ കെയുടെ പവേഴ്സ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഫാക്ടോറിയലും ഉണ്ട്. അപ്പം നമ്മൾ ഏത് ടെസ്റ്റാണ് നോക്കേണ്ടത്? നമുക്ക് റേഷ്യോ ടെസ്റ്റ് നോക്കാം. റേഷ്യോ ടെസ്റ്റ് നോക്കാമെന്ന് പറഞ്ഞ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് റേഷ്യോ ടെസ്റ്റും റൂട്ട് ടെസ്റ്റും ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഈ കെ ഫാക്ടേഴ്സ് ഉള്ളത് റേഷ്യോ ടെസ്റ്റും റൂട്ട് ടെസ്റ്റും വെച്ചിട്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഫാക്ടോറിയൽ വരുന്നത്, ഫാക്ടോറിയലിന് മെയിൻ എംഫസിസ് കൊടുക്കുന്നത് ഏത് ടെസ്റ്റാണ്? റേഷ്യോ ടെസ്റ്റാണ്. സോ നമുക്ക് റേഷ്യോ ടെസ്റ്റ് വെച്ചിട്ട് ഇത് കൺവേർജൻ ആണോ ഡൈവേർജൻ ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം നമ്മുടെ ടേം യു കെ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എഴുതുക. യു കെ എന്ന് പറഞ്ഞ ടേം എഴുതുക. ദാറ്റ് ഇസ് -1 ദ ഹോൾ റേസ് ടു കെ 2k ഡിവൈഡഡ് ബൈ കെ ഫാക്ടോറിയൽ. നമുക്ക് റൂട്ട് ടെസ്റ്റിൽ എന്താ പറഞ്ഞേക്കുന്നത്? മോഡുലസ് ഓഫ് യു കെ ആണ്. സോ മോഡ് ഓഫ് യു കെ -1 ദ ഹോൾ റേസ് ടു കെ 2k ഡിവൈഡഡ് ബൈ കെ ഫാക്ടോറിയൽ. -1 ദ ഹോൾ റേസ് ടു കെയിന് നമുക്ക് എന്താ പറയുക, -1 ദ ഹോൾ സ്ക്വയർ ഒക്കെ വന്ന് കഴിയുമ്പോഴത്തേക്ക് അത് എന്തായി പോവും. ഈവൻ ടേംസ് ഒക്കെ ആണെങ്കിൽ ഈ -1 എന്ന് പറഞ്ഞത് ആ ടേം മാറിപ്പോവും. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ മോഡുലസിനകത്ത് ഇട്ടിരിക്കുന്നതുകൊണ്ട് ഈ -1ന് വലിയ വാല്യൂ ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 2 റേസ് ടു കെ ഡിവൈഡഡ് ബൈ കെ ഫാക്ടോറിയൽ എന്ന് കിട്ടും. നമ്മുടെ അക്കോർഡിംഗ് ടു റേഷ്യോ ടെസ്റ്റ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് റോ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? റോ ഇസ് ഈക്വൽ ടു ലിമിറ്റ് k tends to infinity mod uk plus 1 divided by uk. mod uk plus 1 divided by uk എന്നാണ് നമ്മുടെ റേഷ്യോ ടെസ്റ്റ് അനുസരിച്ച് റോ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. സോ നമ്മുടെ യു കെന് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ദറ്റ് ഇസ് റോ ഇസ് ഈക്വൽ ടു ലിമിറ്റ് k tends to infinity uk plus 1 എന്താ? ഈ 2k plus 1 divided by k plus 1 the whole k plus 1 factorial. അപ്പോൾ എന്ത് എഴുതാൻ പറ്റും? 2k plus 1 divided by k plus 1 the whole factorial divided by uk എന്ന് പറഞ്ഞാൽ എന്താ? 2k divided by k factorial. അപ്പം അത് ഡിവൈഡ് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. ദാറ്റ് ഇസ് ഇൻറ്റു ബി കെ ഫാക്ടോറിയൽ എന്ന് വരും, മുകളിൽ വരും. ദാറ്റ് ഇസ് k ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2k എന്ന് വരും. ആണോ? ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ഒന്ന് സോൾവ് ചെയ്തെടുക്കുക. സോൾവ് ചെയ്യാൻ പറ്റാവുന്ന പോലെ ഒന്ന് സോൾവ് ചെയ്തെടുക്കുക. അപ്പം കെ ഫാക്ടോറിയൽ ഇൻറ്റു കെ പ്ലസ് 1 ഫാക്ടോറിയൽ ഇൻറ്റു കെ പ്ലസ് 2 ഫാക്ടോറിയൽ എന്ന് വന്നു കഴിയുമ്പോഴത്തേക്ക് എന്തായി പോവും? നമ്മുടെ നമ്മുടെ ഓരോ ടേംസ് ആയിട്ട് നമുക്ക് കട്ടാക്കി കളയാൻ പറ്റും. അങ്ങനെ ഏറ്റവും ലാസ്റ്റ് കട്ട് ചെയ്ത് വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി 2 കിട്ടും. ഈ കെ പ്ലസ് 1 ഒരു കെ പ്ലസ് 1 കൂടെ കട്ടായി പോകുമ്പോഴത്തേക്ക് ഇവിടെ 2 മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടുത്തെ കെയും ഈ കെയും കൂടെ കട്ടായി പോകുമ്പോഴത്തേക്ക് നമുക്ക് എന്തുണ്ട്? 2 ബൈ ഒരു കെ പ്ലസ് 1 നിൽക്കും. കെ പ്ലസ് 1. അപ്പം നമുക്ക് അറിയാം ഇവിടെ കെ ടെൻസ് ടു ഇൻഫിനിറ്റി ആണ്. അപ്പോൾ എന്ത് ടേം ആണോ ഡിവൈഡഡ് ബൈ ഇൻഫിനിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് അതെന്തായിരിക്കും? അത് 0 ആയിരിക്കും. നമ്മുടെ അടിയിലത്തെ ടേം ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞ ടേം ഇൻഫിനിറ്റി ആയിക്കഴിഞ്ഞാൽ ആ ടേം അങ്ങോട്ട് 0 ആയി പോകും. ദാറ്റ് ഇസ് ഇക്വൽ ടു 0. 0 എന്ന് പറഞ്ഞാൽ എന്താ? ലെസ് ദാൻ 1 ആണ്. ദാറ്റ് ഇസ് 0 ലെസ് ദാൻ 1 ആണ്. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും? ദാറ്റ് ഇംപ്ലൈസ് ദ സീരീസ് കൺവേർജസ്. ദാറ്റ് ഇംപ്ലൈസ് ദ സീരീസ് കൺവേർജസ്. Therefore by root test, by ratio test the series is convergent. ഇതിപ്പോൾ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമുക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കാണ് നമുക്ക് 1 മാർക്ക് കിട്ടുന്നത്. പിന്നെ ബൈ റേഷ്യോ ടെസ്റ്റ് ദ സീരീസ് ഇസ് കൺവേർജൻ എന്ന് പറഞ്ഞാൽ ഈ പോർഷനാണ് 1 മാർക്ക് കിട്ടുന്നത്. ഇനി 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മൾ ഈ ഇക്വേഷൻ ഇട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ തുടങ്ങി നമുക്ക് ഓരോ മാർക്ക് വെച്ച് കിട്ടും. സോ സപ്പോസ് നിങ്ങൾക്ക് ഇവിടം വരെ ചെയ്യാൻ അറിയുള്ളൂ
എന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ പോലും നിങ്ങൾക്ക് ഒരു 1.5 മുതൽ 2 മാർക്ക് വരെ കിട്ടും. 3 മാർക്കിൻ്റെ ക്വസ്റ്റൻ ആണെങ്കിൽ. ഇനി 2 മാർക്കിൻ്റെ ക്വസ്റ്റൻ ആണെങ്കിൽ നമ്മൾ ഇവിടം വരെ എഴുതി കഴിഞ്ഞാൽ ചില ടീച്ചേഴ്സ് 1 മാർക്ക് കൊടുക്കും, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താണല്ലോ എന്ന് കരുതിയിട്ട്. അപ്പോൾ ഓരോ ടീച്ചേഴ്സിനെ ബേസ് ചെയ്തിരിക്കും. പക്ഷേ എന്നാലും 3 മാർക്ക് ഇത് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായ ക്വസ്റ്റൻ ആണ്. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു 2 മാർക്ക് 3 മാർക്ക് നിങ്ങൾക്ക് ഇതിന് മേടിക്കാവുന്നതേ ഉള്ളൂ.